ഫുള്ളാടാ ഫസ്റ്റ് ഡേ ഹൗസ്ഫുള്ളാ. കൊച്ചിയിൽ കൊണ്ടുവരുന്നവർക്ക് ടിക്കറ്റ് കിട്ടാതെ അവർ തൃശ്ശൂർ അപ്പുറത്ത് തൃപ്പൂണിത്തുറ പോയി. ആ ഫുള്ളാടാ ഫസ്റ്റ് ഡേ ഹൗസ്ഫുള്ളാ. സെക്കൻഡ് ഡേ ഹൗസ്ഫുള്ളാ. ഫുള്ളാടാ ഇവിടെ കാണിച്ചു തരാം. ഫുള്ളാ. ഇത് ഫസ്റ്റ് ഡേ 6 മണിക്കത്തെ ഫാൻ ഷോ. ഇത് 10 മണിക്കത്തെ ഫുള്ളാണ്. നോക്കണം. കണ്ടോ, ബാൽക്കണി ഫുള്ളാ. എക്സിക്യൂട്ടീവ് ഫുള്ളാ. ഫസ്റ്റ് ക്ലാസ്സും ഫുള്ളാ. ഇത്ര സീറ്റുള്ളൂ. അത് ഫുള്ളാവും. ഒന്ന് ആ ഡേ തന്നെ ആള് വരും. ഇല്ല, ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. ബുക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല. ആ സാധ്യത ഉണ്ട്. നമ്മളൊന്നും പറയുന്നില്ല. പടം വരട്ടെ, എന്നാലും അറിയാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ കുറവാ. ഓൺലൈനാ ഫുള്ള് ഓൺലൈനാ. ഓഫ്ലൈൻ കുറച്ചേ ഉള്ളൂ. എത്ര ദിവസത്തേക്ക്? ഇപ്പം ഒരാഴ്ചത്തേക്ക്. സൺഡേ വരെ ഇട്ടിട്ടുണ്ടോ? അതെ, സൺഡേ വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല പടമാട്ടെ, എങ്കിലല്ലേ നമ്മൾ തിയേറ്ററുകാരല്ലേ. നല്ല പടമാട്ടെ അല്ലേ. സ്ഥിരം പടം നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുള്ള സാധനമാണ്. അത് കാണുക. ലാലേട്ടന് കമ്പാക്ക് ഒരു വലിയൊരു അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഒരു ഭയങ്കര വലിയ പടം. അപ്പം യൂഷ്വലി നമ്മൾ ഈ വലിയ പടം വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പേടിയില്ലേ, അത് സത്യം പറഞ്ഞാൽ ഈ പടത്തിനില്ല. അല്ല, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന് മറ്റേ സ്ഥിരം വലിയ പടങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, ഇത് ചിലപ്പോൾ എന്തെങ്കിലും പണിയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇതിനങ്ങനെ ഒരു സംഭവമില്ല. ഈ ടെൻഷൻ ഒന്നുമില്ല. ഇത് ഷുവർ ഷോട്ട് പടമാണ്. അത് നമുക്ക് കണ്ടാൽ അറിയാലോ. അതെ. കുറെ വേറെ അല്ലാതെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. മറ്റേ ഇതൊക്കെ തുറന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നുണ്ട് ഇവര്. അതുകൊണ്ടുണ്ട് കുറെ ആൾക്കാർ ട്വിറ്ററിലൊക്കെ കുറെ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ ഉള്ളതാണോ എന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെയാണെന്ന് അങ്ങനെ ഓരോരുത്തരും ഓരോ തിയറി പറയുന്നുണ്ട്. ട്രെയിലർ നല്ല രസമുണ്ട്. അത് ആക്ച്വലി നമ്മൾ മലയാളത്തിൽ കാണാത്ത പോലത്തെ ഒരു വലിയ സംഭവമായിട്ട് തന്നെ നമുക്ക് തോന്നും. ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡായിരുന്നല്ലോ. അതൊരു ഭയങ്കര വലിയ അച്ചീവ്മെന്റ്. അത് നമ്മൾ മലയാളം പടത്തിന് കിട്ടാന്ന് പറയുന്നത്. അതെ, ആ സാധനം ഭയങ്കരമായിട്ട് അത് ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ. അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ചാൻസ് ഉണ്ട്. ഭയങ്കര നല്ലതല്ലേ. നമ്മള് പടം കാണുക, നമ്മൾ ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. മലയാള സിനിമയുടെ ഒരു ഗ്രോത്ത് വേറെ. അതെ. അത് ആക്ച്വലി പൃഥ്വിരാജ് ഇപ്പൊ എല്ലായിടത്തും പോയി പടങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും എന്താ പറയാ, ഒരുപാട് മെയിൻ ആക്ടേഴ്സുമായിട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ വലിയ കമ്പനി ആയില്ലേ. ഹൈദരാബാദിലെ അത് തന്നെ പ്രസ് മീറ്റ് അത് ഭയങ്കര എല്ലായിടത്തും പോയി എല്ലാ പടത്തിലും അഭിനയിച്ച് ഇത്ര ആൾക്കാരുമായിട്ട് എന്താ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്ക് അറിയാം ഈ സാധനം പുള്ളി ചെയ്യുന്ന പടത്തിന് പുള്ളിക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം നല്ല വ്യക്തമായിട്ട് അറിയാം. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗുണം ഉറപ്പായിട്ട് തന്നെ ഉണ്ടാവും തോന്നുന്നു. തുടരുവിനെ പറ്റി ഞാൻ കുറച്ച് കഥ കേട്ടായിരുന്നു. എനിക്ക് നമ്മുടെ ഫ്രണ്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അപ്പൊ എനിക്കത് ഇങ്ങനെ അവര് പറഞ്ഞത് നൈസ് പടമായിരിക്കും. അങ്ങനെ പറയത്തില്ല. അത് സംഭവം അടിപൊളി പടമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി നേരത്തെ വരേണ്ട പടമല്ലാണ്. അപ്പൊ അവരെല്ലാരും പറയുന്നുണ്ട് അത് ആദ്യം വരേണ്ട പടമായിരുന്നു. കാര്യം ഇത് ഇമ്രാന്റെ അത്ര വലിയ സ്കീലുള്ള പടമല്ല, കൊച്ചു പടമാണ്. അതെ, അങ്ങനെ കൊച്ചു പടമാണ്. കണ്ടന്റിലാണ് കാര്യം. അതെ, അല്ലല്ല എമ്പുരാനൊരു കുഞ്ഞു പടമെന്ന് പറഞ്ഞു. മലയാളത്തിലൊരു കൊച്ചു സിനിമ ഇത്. അതെ. വൻ പ്രതീക്ഷയാണ്. എല്ലാ ടിക്കറ്റും സോൾഡ് ആയി പോയിരിക്കും. ഞാനതല്ലേ നിങ്ങൾ ഞാൻ വിളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ താമസം ഉണ്ടെങ്കിൽ
നമുക്ക് ബുക്ക് ചെയ്യണം. നോക്കുമ്പോ ഇവിടെ ഇല്ല. എല്ലാരും 9 മണിക്ക് ഓപ്പൺ ആകുന്ന 9 മണിക്ക് പെട്ടെന്ന് പോയി. നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ കൊച്ചിയിൽ കൊണ്ടുവരുന്നവർക്ക് ടിക്കറ്റ് കിട്ടാതെ അവർ തൃശ്ശൂർ അപ്പുറം തൃപ്പൂരൊക്കെ പോയി. അത് ഇപ്പൊ മിക്കവർക്കും പലയിടത്തും മറ്റേ ഗ്രേയാ ഓഫായി. എല്ലാം ഓഫാക്കി. അത്ര സെയിലാണ് നടന്നത്. നല്ല നടക്കട്ടെ.